മഴക്കാലം വന്നതോടുകൂടി ഇങ്ങനെ പച്ചപ്പൊക്കെ പതച്ച് ഫുൾ സെറ്റായിട്ട് നിങ്ങൾ സഞ്ചാരികളെയും വരവേൽക്കാൻ കാത്തിരിക്കട്ടോ കവ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കവയിലാണ്. ആ ഒരു റിസർവയറിൻ്റെ ഒരു ഭാഗത്താണ്. ഒരു അടിപൊളി വ്യൂ പോയിന്റിലാണ്. അപ്പോൾ കവയുടെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഫേമസ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നമ്മുടെ ഈ കവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ മലമ്പുഴ ഡാമൊക്കെ ഇല്ല, അതിൻ്റെ അടുത്തായിട്ട് വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നല്ലൊരു സൺസെറ്റൊക്കെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാനും ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലമ്പുഴ ഡാമില്ലേ, ആ ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ എന്താ പറയുക ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞ അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഈ ഒരു സ്ഥലം കാണാം. ഇതെല്ലാം കുറച്ചൊരു ഡ്രൈ സമ്മർ സീസണിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കരിമ്പനകളും വെള്ളം വരേണ്ട ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയും നിങ്ങൾ തന്നെ വീഡിയോയിൽ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ട് കാറിൽ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങുന്നതും അത്തരത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കവ. അപ്പോൾ ഈ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ചുറ്റും തന്നെ നമുക്കൊരു റോഡ് തന്നെ ഉണ്ട്. ആനക്കല്ല് വഴി അങ്ങനെ കറങ്ങി നമുക്ക് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി മറ്റ് ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ചുറ്റും റോഡ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് അടിപൊളി വ്യൂ പോയിൻറ്റ്സും കിട്ടും കേട്ടോ. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് പല പല വ്യൂ പോയിൻറ്റ്സ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തിട്ട് ആ വഴി അങ്ങനെ ആനക്കല്ല് കയറാനായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിതേ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യാം കേട്ടോ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഡാമിലൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മളേതായാലും ഡാമിൽ കയറാൻ നിൽക്കുന്നില്ല, സമയമില്ലാത്തത് കാരണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാമൊക്കെ കടന്ന് ഇങ്ങനെ ആ ഒരു കവ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ നോക്കിയിട്ട് നമുക്കിങ്ങനെ ആ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ വന്ന പോലെ കാണാം. ചുറ്റും മരങ്ങളും ഈ ഒരു മഴ തുടങ്ങിയതിന് ശേഷം ആ ഒരു പച്ചപ്പൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ആ ഒരു വനാന്തരീക്ഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലമൊക്കെ തുടങ്ങിയതോടുകൂടി ഒന്ന് നോക്കി എൻ്റെ ചുറ്റും ഇങ്ങനെ പച്ച പുതച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെയല്ല, ഞാൻ കവയിലാണ്. അപ്പോൾ ഈ ഒരു പച്ച പുതച്ച് കവ സഞ്ചാരികളെയൊക്കെ വരവേക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, വല്ല പ്ലാനുണ്ടെങ്കിൽ നേരെ കവയ്ക്ക് കയറി പോകുന്നുള്ളൂ ഈ ഒരു മഴക്കാലത്ത്. എൻ്റെ പുറകിൽ ആ ഒരു വിഷ്വൽസൊക്കെ നോക്കി, ആ ഗടാഗടിയ മലകളും അതുപോലെ ആ ഒരു മേഘം കയറി നിൽക്കുന്ന കണ്ടില്ല, എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ അതൊരു ബെസ്റ്റ് ടൈമാണ് ഒരു ഈവനിങ് ഒക്കെ. ഒരു മഴയൊക്കെയുള്ള ദിവസമാണെങ്കിൽ സെറ്റാണ്. അപ്പോൾ നമ്മളിന്നൊരു ഗ്രൂപ്പായിട്ടാണ് കവ കാണാൻ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളൊപ്പം 2 യുവതികളുണ്ട്. കൊച്ചു കുട്ടികൾ. ഇതൊക്കെ അച്ഛൻ്റെ അമ്മായിമാരാണ്. പിന്നെ അത് അസ്യൂഷ്വൽ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ നമുക്ക് പാലക്കാട് നിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കൂടാൻ വന്നു. അപ്പോൾ കൂട്ടത്തിൽ കവയും കൂടി പോകാമെന്ന് വിചാരിച്ചു വന്നാണ്. അപ്പോൾ പുറകിലെ പക്ഷെ ഇത് ശരിക്കും മഴക്കാലമാണ്. അതെ, പക്ഷെ കുറച്ച് മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു പച്ചപ്പ് ചുറ്റും കാണാനില്ലേ, അതൊരു രസം തന്നെയാണ്. അതേ മഴക്കാറും വരുന്നുണ്ട്. എന്ത് രസം നോക്കിയാൽ ഒരു മേഘമൊക്കെ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് ആ മലയിൽ തട്ടിത്തടഞ്ഞ് ഇങ്ങനെ വരുന്നതാണ്. അടിപൊളിയല്ലേ. ഇത്രയും ദൂരം വന്നിട്ട് ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഈ അടിപൊളി ക്ലൈമറ്റിൽ നിന്ന് ഒരു ഐസ്ക്രീം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗോമാത, ഹലോ ഹലോ. അപ്പോൾ അതെ നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം കിട്ടിയേക്കാണ്. സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? ഇതൊരു തള്ളയാണ് കൊച്ചു കുട്ടികളെ. സന്തോഷമായില്ലേ? അച്ഛൻ ഐസ്ക്രീം വേണ്ടേ? അതിൻ്റെ ആ പുറകിലെ വ്യൂ നോക്കി, മേഘം വരണത്. അപ്പം എന്ത് രസം നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. നമ്മളാ ഒരു ചെറിയൊരു അരുവി പോലുള്ളൊരു പോർഷൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. കുഞ്ചുടെ അവിടെ ഉണ്ട്, കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന. നടക്കാൻ തന്നെ നല്ല രസം ഇത് കൂടെ. അപ്പോൾ നമുക്കിത് ഇങ്ങനൊരു ബ്രിഡ്ജ് കാണാം. ഇതിൻ്റെ മേലുള്ളത് ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി അമ്മയൊക്കെ അത് അവിടെ നിൽക്കുന്നുണ്ട്, കൂടെ ഉള്ളവരൊക്കെ. നമ്മളിങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങിയേക്കാണ്. ചെറിയൊരു അരുവി പോലെയാണ്. മഴക്കാലത്ത് ഇതിലൊന്നുമല്ല, നല്ല പോലെ വെള്ളം വരും. ഇങ്ങനെയൊന്നും ആവില്ല. ഇപ്പം മഴ കുറവായോണ്ടാവട്ടെ ഇത്രയും കുറച്ച് വെള്ളം. അമ്മേ, അപ്പോൾ അത് ഇവിടെയുള്ള ട്രൈബൽ ആളുകൾ ഇവരിങ്ങനെ വടി കൊണ്ട് അടിച്ചിങ്ങനെ മീൻ പിടിക്കുന്നുണ്ട്. ആ ഒരു ആൾക്കാരെ കണ്ടില്ലേ, അവരിങ്ങനെ എന്താ പറയുക അടിച്ചിട്ട് മീൻ പിടിക്കുക ഒക്കെയാണ്. എന്നിട്ട്
പിള്ളേർ അതങ്ങനെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാ മീനുകൾ കണ്ടില്ലേ. ഇപ്പോൾ ഗോമാതകളൊക്കെ വെയിലുള്ളതായിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ഫിറോസ് ചേട്ടൻ, നമ്മുടെ സാരഥിയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഒരു ഹായ് പറഞ്ഞേക്കും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ. അപ്പോൾ പാലക്കാട് സൈഡിലൊക്കെ വരുന്നെങ്കിൽ ചേട്ടൻ എന്ത് സഹായത്തിനും വിളിച്ചാൽ വരുന്നതാണ്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിത് നല്ല അടിപൊളി ഉപ്പിലിട്ട മാങ്ങ വാങ്ങിയിട്ടുണ്ട്. ഇത് എത്ര മിനിറ്റിൽ തീർക്കാൻ പറ്റും അമ്മ? 10 മിനിറ്റിൽ തീർക്കുമോ? എല്ലാം തീർത്തോളൂ. അപ്പം നിമിഷ നേരം കൊണ്ട് ഇതേ നമ്മുടെ മൊത്തത്തിൽ ഈ ഒരു സറൗണ്ടിങ് മാറി. പെട്ടെന്ന് ഒരു മഴക്കാറ് കയറി, മഴ തുടങ്ങി. ഇപ്പോഴും ചില ഭാഗത്ത് നല്ല ബ്ലൂ സ്കൈയും ചില ഭാഗത്ത് നല്ല മഴക്കാറ് പറഞ്ഞ് ഇരുണ്ട സ്കൈ ആണ്. അടിപൊളി. എന്തായാലും നല്ല തണുത്ത കാറ്റും ചെറിയൊരു മഴച്ചാറ്റലും. അവിടെയൊക്കെ എപ്പോഴും വെയിലുണ്ട്. ആ ഭാഗത്തൊക്കെ എപ്പോഴും വെയിലുണ്ട്. പക്ഷെ നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ മഴയും വരുന്നുണ്ട്. എന്ത് രസമല്ല, അടിപൊളി. അപ്പം നമ്മളിത് കവയിലൊരു അടിപൊളി സ്പോട്ടിലേക്ക് വന്നേക്കാണ്. ഞാൻ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇത് ലീഗലി ഇങ്ങോട്ട് കയറാൻ പറ്റുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. നാട്ടുകാരോട് ചോദിച്ചു, നാട്ടുകാർ കയറിക്കോളാൻ പറഞ്ഞു. ലോക്കൽസ് ആണല്ലോ. ഇപ്പം എന്തെങ്കിലും നിയമ നടപടികൾ ഞാൻ നേരിടേണ്ടി വന്നാൽ ലോക്കൽസിനോട് ചോദിച്ചിട്ടാണ് ഞാൻ കയറിയത്. അല്ലാതെ എനിക്കിതിൻ്റെ വേറെ വശങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതെ ചുറ്റും ആ ഒരു മലനിരകളാണ്. ഇങ്ങനെ എന്ത് രസമാണെന്ന് നോക്കിയേ. പുറകിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു റിസർവോയർ ഏരിയ. അപ്പോൾ നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നടക്കുകയാണ് ആ ഒരു റിസർവോയർ ഏരിയയുടെ അങ്ങോട്ട്. അടിപൊളി പറഞ്ഞ ഒരു രക്ഷയില്ല. പുറകിലും സൈഡിലൊക്കെ എടുത്ത മഴക്കാറ് മഴ. ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലൂ സ്കൈയും ക്ലിയർ സ്കൈ ഒക്കെ എൻജോയ് ചെയ്തിങ്ങനെ ആ ഒരു റിസർവോയർ ഏരിയയിലേക്ക് നടക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, നല്ല കാം തണുത്ത കാറ്റ്. മേലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടത് കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നതാണ്. ഇവിടെ ബ്ലൂ സ്കൈ ആണ്, ഇങ്ങോട്ടൊക്കെ അതെ നല്ല കാർമേഘം മൂടിയ അവസ്ഥ. ഒരൊന്നൊന്നര ക്ലൈമറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. കവ ഈ ഒരു മഴക്കാലമായപ്പോൾ പച്ചപ്പൊക്കെ പുതച്ച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഒരു വീക്ക് ഡേ എന്നാണെങ്കിലും ഒരു ബൈക്കോ കാറോ അല്ലെങ്കിൽ ബസ്സോ പിടിച്ച് നേരം ഇങ്ങോട്ട് പോരുക, എൻജോയ് ചെയ്യുക. അടിപൊളിയാണ്. അപ്പം ഞാൻ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട് സ്ഥലം? അച്ഛാ, കഴിഞ്ഞ വീഡിയോയിൽ അച്ഛനെ കൂടുതൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നു അനിലങ്കള്. അപ്പം അച്ഛൻ കൂടുതൽ എന്തെങ്കിലുമൊക്കെ വാചാലനാവണം ഇതിനെക്കുറിച്ച്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? നല്ല തണുത്ത ക്ലൈമറ്റും ഉണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ മഴ പെയ്യുന്നത്. ഇവിടെയൊക്കെ നല്ല ക്ലിയർ ബ്ലൂ സ്കൈ. അതെ, അച്ഛൻ്റെ ഷർട്ട് എന്തായാലും അടിപൊളിയുണ്ടേ. നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല ഈ ഒരു ഗ്രീനറിക്ക് പറ്റിയ കോൺട്രാസ്റ്റ് കളർ ബ്ലൂ സെലക്ഷൻ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നാലോ, ബാക്കി കാഴ്ചകളൊക്കെ കണ്ടാലോ. അപ്പം അത് നൈസായിട്ട് മഴ തുടങ്ങിയേക്കാണ്. നമ്മളത് മഴയത്ത് ഇങ്ങനെ ആ ഒരു റിസർവോയറിൻ്റെ വെള്ളമില്ലാത്ത ഭാഗത്ത് കൂടെയൊക്കെ നടക്കുകയാണ്. വിശാലമായിട്ട് നീണ്ടെന്ന് പറഞ്ഞ് നടക്കാം കേട്ടോ. മുമ്പിൽ കണ്ടില്ലേ, അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മഴമേഘങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കാണാം. കണ്ടോ എത്ര വിശാലമായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നിങ്ങൾക്ക് കാണിച്ചാലേ. അതുപോലെ ഈ കാണുന്ന മലകളുണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ കാണുന്ന മലകളുടെയൊക്കെ അപ്പുറത്ത് തമിഴ്നാടുമാണ്. ആ ഒരു പർട്ടിക്കുലർ ഏരിയ വരുന്നത് നമ്മുടെ ഇഷ യോഗ സെൻറ്ററൊക്കെ ഇല്ലേ, ആ ഒരു ഭാഗമാണ് വരുന്നത്. മറ്റേ മുള്ളയങ്കിരി പീക്കും അതൊക്കെ ഇതിൻ്റെ ഒരു മലകളുടെ ഒരു ചെയിൻ പോലെ അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടിനോട് വിട പറയാൻ പോവാണ്. നിങ്ങൾക്കും വരാട്ടോ അതുപോലെ. അങ്ങനെ വൈകുന്നേരം എത്ര സമയം വേണം ഇവിടെ അങ്ങനെ എൻജോയ് ചെയ്യാം. രാത്രി ആകുമ്പോൾ എത്രത്തോളം സേഫ് അറിയില്ല, ബട്ട് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന്. ഞാൻ എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ ഇന്ന് കല്യാണം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഒരു കല്യാണം കിട്ടാൻ നേരം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷർട്ടാണ്. കൊള്ളാവോ? ഷർട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇപ്പോൾ മഴയൊന്നുമില്ല. മറ്റേ ആ ഒരു ഭാഗം കണ്ടോ, അവിടെ ഇപ്പോഴും നമുക്കിങ്ങനെ മഴ പെയ്യുന്ന പോലെ കാണാം ആ ഭാഗത്ത്. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ തണുത്ത കാറ്റ് മാത്രമേ ഉള്ളൂ, മഴയൊന്നുമില്ല. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, റീലുണ്ടാക്കാനുള്ള കുറേ വീഡിയോസ് എടുത്തു വിടുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ചില്ല് ചെയ്ത് സ്പെൻഡ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് അപ്പോൾ നമ്മൾ തിരിച്ച് കാറിലേക്ക് പോവാണ്. തിരിച്ചു പോകണ്ടേ, കൊച്ചിക്ക് എത്തണം പാലക്കാട് നിന്ന്. ടഫ് ജേണിയാണ്. ടഫ് എന്നല്ല എന്നാലും ജേണിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കവയുടെ വിശേഷങ്ങൾ. ഒഫീഷ്യലി സൈൻ ഓഫ് ചെയ്യാൻ വണ്ടിയുടെ അടുത്തെത്തിയിട്ട് പറയാം. സോറി ഗായ്സ്, അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഔട്ട്റോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഗംഭീര മഴ വന്ന് അപ്പോൾ നമ്മളങ്ങനെ കാറിൽ കയറി അങ്ങനെ മലമ്പുഴ ഡാമിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഔട്ട്റോ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാം റോഡൊക്കെ നനഞ്ഞിരിക്കുന്ന, ഗ്ലാസ്സിൽ ഫുള്ള് ഇതേ വെള്ളം. ഒരു മഴ കഴിഞ്ഞതിൻ്റെ എല്ലാ ലക്ഷണമല്ലേ. ആ ഒരു മഴ കാരണമാണ് എനിക്ക് അവിടെ നിന്ന് ഔട്ട്റോ എടുക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിട്ട് ഞാൻ അവിടെ നിന്ന് ഔട്ട്റോ എടുക്കാൻ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാറിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ഔട്ട്റോ എടുക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു
കവയുടെ വിശേഷങ്ങൾ. കവയുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വെയിലത്ത് അങ്ങനത്തെ ഒരു ഡ്രൈ അങ്ങനത്തെ ഒരു സമയത്ത് ചെയ്ത വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ട കവ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മറ്റേ പച്ച പണിഞ്ഞ് ആ ഒരു നനവും ആ ഒരു എന്താ പറയുക ഊഷ്മളതയും ആർദ്രതയും എനിക്ക് പറഞ്ഞ കുഴപ്പമില്ലല്ലോ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു മൊത്തത്തിൽ വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈലുള്ളൊരു കവ ഐലൻഡ്സാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്കറിയാം കവയിൽ ഇതൊന്നല്ല, വേറെയും കുറേ ഒരുപാട് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയുന്ന സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓരോ തവണ പോകുമ്പോഴും ഡിഫറെൻറ്റ് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കവയുടെ. ഇത് ജസ്റ്റ് ഇന്ന് പോയത് ജസ്റ്റ് ഒരു 1-2 ഭാഗം മാത്രം. അപ്പോൾ നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല ഇനി പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അതിനൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു റെഫറൻസ് ആയിട്ട് മാറട്ടെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അങ്ങനെ കാണാം. ഉടനെ തന്നെ ഇങ്ങടയിലൊക്കെ പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആലോചിക്കുന്നതാണ്. കാരണം കോണ്ടന്റ് ഇട്ടുകൊണ്ടിരുന്നാലേ പറ്റൂ. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. ഇപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്നെ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ് ചെയ്യാതെ വീഡിയോസ് ചെയ്തിട്ട് എന്താ കാര്യം? എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടേ ഇത്രയും കാലം ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ? ഞാൻ അതല്ല നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടിട്ട് പബ്ലിക്കായി കമൻറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളൊരു കമൻറ്റ് കാണുമോ എന്നുള്ളൊരു മടിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. എൻ്റെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ആ ലിങ്കിൽ കയറി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഞാൻ തന്നെയാണ് എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അത്രയധികം ഫോളോവേഴ്സൊന്നുമില്ല, കുറച്ച് ഫോളോവേഴ്സ് തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഉടനടി തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ഹാപ്പി ട്രാവലിംഗ് നിന്ന്. പിന്നെ അതെ കുഞ്ചുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്. അച്ഛനെ കാണാമല്ലോ, അതെ അച്ഛനുണ്ട്. അപ്പോൾ ഹാപ്പി ട്രാവലിംഗ് ഫാമിലി ഇങ്ങനെ വളർത്ത് പന്തലിച്ച് നിൽക്കുകയാണ്. അതിൽ ഈ 4 പേര്, ഈ 4 പേരിൽ നിന്നും ബൈ ബൈ.